ഹായ് ഓൾ. ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിലായി നമ്മൾ ഓട്ടോകാഡിൻ്റെ കുറച്ച് ടോപ്പിക്സ് കവർ ചെയ്ത് കഴിഞ്ഞു. 2D ഡ്രാഫ്റ്റിങ്ങിൽ വരുന്ന ബേസിക് കമാൻഡ്സ്, ടൂൾ ബാർസ്, അതുപോലെ ഫങ്ഷണൽ കീസ്, ഷോർട്ട് കീസ്, ഇതെല്ലാമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓട്ടോകാഡിന് ചോദിക്കുന്ന ഭാഗങ്ങൾ. അതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ക്ലാസ്സും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ നോക്കുക. പിന്നെ നമുക്ക് സിലബസിൽ 3Dയുടെ ഭാഗം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കുന്നത്. കൂടുതൽ ഇമ്പോർട്ടൻറ്റ് 2Dയിൽ വരുന്ന കമാൻഡ്സ് ആണ്, എന്നാലും 3Dയും കൂടി ജസ്റ്റ് നോക്കുക. ഓട്ടോകാഡ് 3D നമുക്കറിയാം, 3D മോഡൽസും കൂടി നമുക്ക് ഓട്ടോകാഡിൽ വരയ്ക്കാൻ പറ്റും. അപ്പോൾ 3D എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 3 ഡയമെൻഷൻ ഉണ്ടാവും: എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. മെയിനായിട്ട് ഓട്ടോകാഡിൽ ഈ 3D സെക്ഷന് 3 സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു 3 സെക്ഷൻസിൻ്റെ പേരുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് വൺ വയർ ഫ്രെയിം മോഡലിംഗ്, സെക്കൻഡ് സർഫസ് മോഡലിംഗ്, തേർഡ് സോളിഡ് മോഡലിംഗ്. നമ്മൾ 3D മോഡൽ ചെയ്യുമ്പോൾ ഈ ഒരു 3 സെക്ഷനിൽ ഏതെങ്കിലും വെച്ച് നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് പറഞ്ഞ വയർ ഫ്രെയിം മോഡലിംഗ് എന്ന് പറയുമ്പോൾ ഡ്രോസ് ഓൺലി എഡ്ജസ് ഓഫ് ദി 3D ഫ്രെയിം. ആ ഒരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെ 3D മോഡലിൻ്റെ എഡ്ജസ് മാത്രമായിരിക്കും നമ്മൾ വിസിബിൾ ആയിട്ടുണ്ടാവുക. ആ രീതിയിലായിരിക്കും ഒരു വയർ ഫ്രെയിം പോലെ, നമ്മൾ അതിൻ്റെ ആ ഒരു വയർ പോലെ നമുക്ക് ഓരോ എഡ്ജസ് പ്ലോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളിത് മോഡൽ ചെയ്യുക. സർഫസ് മോഡലിംഗ് ആകുമ്പോൾ ആഡ്സ് ഷെയ്ഡിങ് ടു ഫേസസ്, അതായത് ഈ ഒരു വയർ ഫ്രെയിമിൽ തന്നെ ഓരോ ഫേസസിന് ഷെയ്ഡിങ് ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഓരോ ഫേസ് ആയിട്ട് അതിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അത് തന്നെ സോളിഡ് മോഡലിംഗിലാവുമ്പോൾ ക്രിയേറ്റ്സ് എ ഒബ്ജക്റ്റ് ഹാവിങ് മെറ്റീരിയൽ ഇൻസൈഡ്. നമ്മൾ ഓൾറെഡി വരച്ച ഈ ഒരു വയർ ഫ്രെയിമിൻ്റെ ഉള്ളിൽ മെറ്റീരിയലും കൂടി ഫില്ല് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കും സോളിഡ് മോഡലിംഗ്. സർഫസ് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മെറ്റീരിയൽ ഉണ്ടായിരിക്കില്ല, ഹോളോ പോലെ ആയിരിക്കും. പക്ഷേ ഫേസസ് നമുക്ക് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാവും, ആ ഫേസസിന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ 3Dയിൽ വയർ ഫ്രെയിം ആയിരിക്കുമ്പോൾ അങ്ങനെ ഫേസസോ ഉള്ളിൽ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ജസ്റ്റ് ആ ഒരു വയർ ഫ്രെയിം മാത്രം, ആ ഒരു സ്കെലിറ്റൻ മാത്രമാണ് വയർ ഫ്രെയിമിൽ ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ ഒരു 3 ടൈപ്പ് നമ്മൾ 3Dയിൽ ഉപയോഗിക്കുന്ന 3 സെക്ഷൻസ്. നെക്സ്റ്റ് വരുന്നതാണ് സോളിഡ് ക്രിയേറ്റിംഗ് കമാൻഡ്സ്. ഇപ്പോൾ സോളിഡിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഒന്നാണ് എക്സ്ട്രൂഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമാൻഡാണ്. സാധാരണ ഈ 3Dയുടെ ഭാഗത്ത് നിന്ന് ആകെ ചോദിച്ച് കണ്ടിട്ടുള്ള ഈ ഒരു കമാൻഡിനെ കുറിച്ചാണ് എക്സ്ട്രൂഡ്. അതിൻ്റെ ഷോർട്ട് കീ ആണ് EXT. ഡ്രോയിൽ മോഡലിംഗിൽ പോയിട്ട് നമുക്ക് എക്സ്ട്രൂഡ് എടുക്കാൻ പറ്റും. അതിൻ്റെ ആ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ടു ക്രിയേറ്റഡ് സോളിഡ് ബൈ ഗിവിങ് ഹൈറ്റ് ഇൻ ദി തേർഡ് ആക്സിസ് ഡയറക്ഷൻ. അതായത് നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഒരു ഫേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആക്സിസിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോളിഡ് ആയിട്ട് നമുക്ക് അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് എക്സ്ട്രൂഡ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു ആക്സിസ് നമ്മൾ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു സോളിഡ് ആക്കാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആക്സിസ്, ഇപ്പം നമ്മൾ ഈ രണ്ട് ഇതിപ്പോൾ എക്സ് വൈ ആണെങ്കിൽ ഈ സെഡിലേക്ക് നമുക്ക് അതിനൊരു തിക്നെസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. ഈ ആക്സിസിൽ തന്നെയല്ല, നമുക്ക് വേണമെങ്കിൽ ഹൈറ്റ് എക്സ്ട്രൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ലെങ്ത് വൈസ് എക്സ്ട്രൂഡ് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു ആക്സിസിലേക്ക് നമുക്ക് അതിനെ എക്സ്ട്രൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രൂഡ് കമാൻഡ്. അടുത്ത് വരുന്നതാണ് റിവോൾവ്. റിവോൾവ് നമുക്ക് ഡ്രോയിൽ മോഡലിംഗിൽ പോയിട്ട് റിവോൾവ് എടുക്കാം. അതിന് ഫംഗ്ഷൻ വരുന്നത് യൂസ് ടു ക്രിയേറ്റ് സോളിഡ്സ് ഹാസ് സ്ഫിയർ ബൈ റിവോൾവിംഗ് എ ഫീച്ചർ അറൗണ്ട് ആൻ ആക്സിസ്. അതായത് എക്സ്ട്രൂഡിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആക്സിസിലേക്കാണ് എക്സ്ട്രൂഡ് ചെയ്യുന്നത്. ഇപ്പോൾ റിവോൾവിൽ വരുന്നത് നമുക്ക് സ്ഫിയർ ഒക്കെ പോലത്തെ ഒരു ഇത് വരക്കണമെങ്കിൽ നമുക്കിതുപോലെ എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ നമ്മൾ റിവോൾവ് ആണ് യൂസ് ചെയ്യുക. അതായത് ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ ഈ ഒരു ആർക്കിനെ സെലക്ട് ചെയ്യും, അതിനെ റിവോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഈ ഒരു ആക്സിസും സെലക്ട് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് റിവോൾവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആക്സിസിനെ വെച്ചുകൊണ്ട് ഈ ഒരു ആർക്ക് ഇങ്ങനെ ചുറ്റും റിവോൾവ് ചെയ്യും. അപ്പോൾ നമുക്കൊരു സ്ഫിയർ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഷേപ്പ് സോളിഡ്സ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ റിവോൾവ് യൂസ് ചെയ്യുന്നത്. അടുത്ത വരുന്നതാണ് സ്വീപ്പ്. സ്വീപ്പ് നമുക്ക് ഡ്രോയിൽ മോഡലിംഗിൽ പോയി സ്വീപ്പ് എടുക്കാൻ പറ്റും. അതിൻ്റെ ഫംഗ്ഷൻ വരുന്നത് യൂസ് ടു എക്സ്ട്രൂഡ് എ പ്രൊഫൈൽ ത്രൂ എ പാത്ത്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് കീ. ത്രൂ എ പാത്ത്, ഒരു പാത്തിലൂടെ എക്സ്ട്രൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വീപ്പ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, നമ്മളൊരു പാത്ത് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സർക്കിൾ ഈ ഒരു പാത്തിലൂടെ കറക്റ്റ് എക്സ്ട്രൂഡ് ചെയ്ത് പോകും. ഓക്കെ, അതാണ് ഈ സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അതേ പാത്തിലൂടെ സർക്കിൾ മൊത്തം ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്ത്, ഇപ്പോൾ ഒരു ഹെലിക്കൽ സ്പ്രിംഗ് ഒക്കെ നമുക്ക് ഇതുപോലെ വരക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു പാത്തിനെ ട്രേസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യണമെങ്കിൽ CP യൂസ് ചെയ്യും. അടുത്ത വരുന്നതാണ് ലോഫ്റ്റ്. ഡ്രോയിലും മോഡലിംഗിൽ ലോഫ്റ്റ്. അതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്
used to extrude different shaped features as a single solid. അതായത് ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെ താഴെ ഒരു സ്ക്വയർ ആണ്, മുകളിൽ എത്തുമ്പോഴത്തേ അത് സർക്കിൾ ഷേപ്പിലേക്കായിരിക്കും. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ഷേപ്പാണ്. അപ്പോൾ രണ്ടിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോഫ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ ആ ഒരു സ്ക്വയർ പതുക്കെ പോയി താഴെ എത്തുമ്പോഴേക്കും ഒരു സർക്കിളിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ സോളിഡ് ക്രിയേറ്റ് ചെയ്യാനാണ് ലോഫ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സോളിഡ്സിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ്സ്. നെക്സ്റ്റ് വരുന്നത് സോളിഡ് എഡിറ്റിംഗ്. സോളിഡിനെ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ 2 പോയിന്റ്സ് ആയി നമുക്ക് അറിഞ്ഞിരിക്കണം. ഇഫ് എ സോളിഡ് ഫീച്ചർ ഈസ് എക്സ്പ്ലോഡഡ് ഇറ്റ് ബിക്കം സർഫസ്. അതായത് ഒരു സോളിഡ് നമ്മൾ എക്സ്പ്ലോഡ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ സോളിഡ് മാറി സർഫസ് ആകും. അതുപോലെ സർഫസിന് നമ്മൾ എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വയർ ഫ്രെയിം ആകും. വയർ ഫ്രെയിം സർഫസും സോളിഡും നമ്മൾ ആദ്യത്തെ സ്ലൈഡുകളിൽ നോക്കിയിരുന്നു. അപ്പോൾ അതിന് ഓരോ മാറ്റം വരുന്നതാണ്. സോളിഡ് എക്സ്പ്ലോഡ് ചെയ്ത് സർഫസ് ആയിരിക്കും, സർഫസ് എക്സ്പ്ലോഡ് ചെയ്ത് വയർ ഫ്രെയിം ആവും. ഇനി 3 കമാൻഡ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത് എഡിറ്റിംഗിൽ വരുന്ന. ഫസ്റ്റ് വൺ ആണ് യൂണിയൻ അല്ലെങ്കിൽ മെർജ് എന്ന് പറയും. അതിൻ്റെ ഷോർട്ട് കീ ആണ് UNI. നമുക്കത് മെനുവിൽ പോയി മോഡിഫൈ സോളിഡ് എഡിറ്റിംഗ് യൂണിയൻ എടുക്കാൻ പറ്റും. അതിൻ്റെ ഫംഗ്ഷൻ വരുന്നത് ടു മേക്ക് ടു ഡിഫറെൻറ്റ് സോളിഡ്സ് മെർജ് ആൻഡ് മേക്ക് ദം സിംഗിൾ സോളിഡ്. ഏതാണ്ട് ഡിഫറെൻറ്റ് സോളിഡ്സിനെ മെർജ് ചെയ്ത് ഒരു സിംഗിൾ സോളിഡ് ആക്കാൻ വേണ്ടിയാണ് യൂണിയൻ അല്ലെങ്കിൽ മെർജ് എന്ന് പറയുന്ന കീ യൂസ് ചെയ്യുക. നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഇത് ഫസ്റ്റ് 2 സോളിഡ്സ് ആണ്, ഒരു ബോക്സും ഉണ്ട് ഒരു സിലിണ്ടറും ഉണ്ട്. അപ്പം നമ്മൾ യൂണിയൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സും സിലിണ്ടറും ഒരു സിംഗിൾ യൂണിറ്റ് പോലെ ആക്കാൻ പറ്റും. അതിനാണ് യൂണിയൻ അല്ലെങ്കിൽ മെർജ് കൊടുക്കുന്നത്. അടുത്ത് വരുന്നതാണ് അബ്സ്ട്രാക്റ്റ്. മോഡിഫൈയിൽ സോളിഡ് എഡിറ്റിംഗിൽ അബ്സ്ട്രാക്റ്റ് എടുക്കാം. അതിൻ്റെ ഫംഗ്ഷൻ വരുന്നത് ടു കട്ട് എ സോളിഡ് ഫ്രം അനദർ സോളിഡ്. ഒരു സോളിഡിനെ മറ്റൊരു സോളിഡിൽ നിന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് സബ്സ്ട്രാക്റ്റ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഇതാണ് ഒരു ബോക്സ്, ഒരു സിലിണ്ടറും ഉണ്ട്. നമ്മൾ ബോക്സിനെ സെലക്ട് ചെയ്ത് സിലിണ്ടറിനെയാണ് അബ്സ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഭാഗമാണ്. നോക്കിയാൽ കാണാം, ആ ഒരു ബോക്സിൽ നിന്നും ആ ഒരു സിലിണ്ടർ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗമാണ് നമുക്ക് ഈ 3rd ഫിഗറിൽ കാണുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മൾ സബ്സ്ട്രാക്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത വരുന്ന കമാൻഡാണ് ഇൻ്റർസെക്റ്റ്. മോഡിഫൈയിൽ സോളിഡ് എഡിറ്റിംഗിൽ ഇൻ്റർസെക്റ്റ്. അതിൻ്റെ ഫംഗ്ഷൻ വരുന്നത് ടു ഒബ്റ്റെയിൻ ഇൻ്റർസെക്ഷൻ ഓഫ് 2 സോളിഡ്സ്. 2 സോളിഡ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ആ ഒരു ഇൻ്റർസെക്ഷനെ മാത്രം നമുക്ക് ഇത് വെച്ച് എടുക്കാൻ പറ്റും. അതായത് ഇതൊരു സിലിണ്ടർ ആണ്, ഇതൊരു റെക്റ്റാങ്കിൾ ബോക്സ് ആണ്. 1, 2 ഈ 2ഉം 1ഉം തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന, അതായത് സോളിഡ് ആയിട്ടുള്ള സിലിണ്ടറും റെക്റ്റാങ്കിളും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗം മാത്രം നമുക്ക് ഇവിടെ കിട്ടും. സെക്കൻഡ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർസെക്ഷനിൽ വരുന്ന പോർഷൻ മാത്രം നമുക്ക് എടുക്കാൻ പറ്റും. അതിനാണ് ഇൻ്റർസെക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 സോളിഡ് എഡിറ്റിംഗ് കീസ്. നെക്സ്റ്റ് നോക്കാനുള്ള ടോപ്പിക്കാണ് പ്രിൻറ്റിങ് ആൻഡ് പ്ലോട്ടിങ്. അതായത് നമ്മൾ ഡ്രോയിങ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പ്രിൻറ്റോ പ്ലോട്ടോ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ ഫയലിൽ പ്ലോട്ട് എന്ന് പറയുന്ന മെനു എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് കീ ആയിട്ട് Ctrl+P. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻറ്റിന് വേണ്ടിയിട്ടൊരു ഡയലോഗ് ബോക്സ് വരും. ആ ബോക്സിനെ പറയുന്നതാണ് പേജ് സെറ്റപ്പ് ബോക്സ്. അതായത് നമുക്ക് പ്രിൻറ്റിങ്ങിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാണ്ട്, ഏത് ടൈപ്പ് പേജിലേക്കാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ സൈസ്, സ്കെയിലിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സെറ്റപ്പ് കൊടുക്കാണ്ട്. അതിന് വേണ്ടി വരുന്ന ഒരു ബോക്സ് ആണ് പേജ് സെറ്റപ്പ് ബോക്സ്. നമുക്ക് അടുത്ത സ്ലൈഡിൽ കൂടുതലായിട്ട് നോക്കാം. ഇതാണൊരു പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ്. ഈ ഡയലോഗ് ബോക്സിൽ മെയിനായിട്ട് വരുന്ന പോയിന്റ്സ് ആണ് പ്രിൻ്റർ അല്ലെങ്കിൽ പ്ലോട്ടർ, പേപ്പർ സൈസ്, പ്ലോട്ട് ഏരിയ, പ്ലോട്ട് ഓഫ്സെറ്റ്, പ്ലോട്ട് സ്കെയിൽ, ഡ്രോയിങ് ഓറിയൻറ്റേഷൻ. ഇതൊരോന്ന് എന്താണെന്ന് നമുക്ക് ഈ ഒരു ഡയലോഗ് ബോക്സ് വെച്ച് തന്നെ നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് പ്രിൻ്റർ അല്ലെങ്കിൽ പ്ലോട്ടർ. ഇവിടെയാണ് അത് വരുന്നത്. ഈ പ്രിൻ്റർ പ്ലോട്ടർ എന്ന് പറയുന്ന ഈ ഒരു മെനുവിൽ നമുക്ക് അതിൻ്റെ പേര്, നമ്മൾ ഏത് പ്രിൻ്ററിലാണ് നമ്മൾ പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രിൻ്ററിൻ്റെ പേര് നമുക്ക് ഈ ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അതൊരു PDF ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷനും ഈ ഒരു ഭാഗത്തുണ്ടാവും. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഡ്രോയിങ് ടു PDF എന്നുള്ള, അപ്പോൾ നമുക്ക് ആ PDF ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് പ്രിൻ്റർ അല്ലെങ്കിൽ പ്ലോട്ടർ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. അടുത്ത് വരുന്നതാണ് പേജ് സൈസ്, അത് പേപ്പർ സൈസ്. ഇതാണ് ആ ഒരു ഡയലോഗ് ബോക്സ്. ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരുപാട് സൈസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ A4 ആണോ A2 ആണോ ഏത് സൈസിലാണ് നമ്മൾ അതിനെ പ്രിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സൈസ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അടുത്ത് വരുന്നതാണ് പ്ലോട്ട് ഏരിയ. ഇതാണ് പ്ലോട്ട് ഏരിയ, വാട്ട് ടു പ്ലോട്ട്.
ഇവിടെ നമുക്ക് 4 ടൈപ്പിൽ നമുക്ക് പ്ലോട്ട് ഏരിയ കൊടുക്കാൻ പറ്റും. അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന 4 പ്ലോട്ട് ചെയ്യാൻ പറ്റിയ ആ ഒരു സ്റ്റൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഡിസ്പ്ലേ, എക്സ്റ്റെൻഡ്, ലിമിറ്റ്സ്, വിൻഡോ. ഇത് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഡിസ്പ്ലേ. ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരച്ച ആ ഒരു ഡ്രോയിങ്ങിൻ്റെ ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു സ്ക്രീനിൽ എന്താണോ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ആ ഡിസ്പ്ലേ ചെയ്ത ഡ്രോയിങ് മൊത്തം നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡിസ്പ്ലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഡിസ്പ്ലേ കാണുന്ന നമ്മുടെ ആ ഒരു സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഏരിയയിൽ വരുന്ന എല്ലാ ഡ്രോയിങ്ങും ഡിസ്പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻറ്റിൽ വരും. അടുത്ത് വരുന്നതാണ് എക്സ്റ്റെൻഡ്. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡ്രോയിങ് ഷീറ്റിൽ എവിടെ എന്ത് വരച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്ക് പ്രിൻറ്റിൽ കിട്ടും. അതായത് നമ്മൾ ഡിസ്പ്ലേയിലായിരിക്കുമ്പോൾ നമ്മളപ്പോൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റോ ഡ്രോയിങ്ങോ മാത്രമായിരിക്കും നമുക്ക് പ്രിൻറ്റിൽ കിട്ടുക. പക്ഷെ എക്സ്റ്റെൻഡ് ആകുമ്പോൾ നമ്മൾ ഡിസ്പ്ലേയിൽ കാണുന്ന മാത്രമല്ല നമ്മൾ ഡ്രോയിങ്ങിൽ ഏത് ഭാഗത്ത് എന്തൊക്കെ വരച്ചിട്ടുണ്ടോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് പ്രിൻറ്റിൽ ഡ്രോയിങ് വരിക. അടുത്ത് വരുന്നതാണ് ലിമിറ്റ്സ്. സാധാരണ ഫസ്റ്റ് നമ്മൾ ഒരു ലിമിറ്റ്സ് സെറ്റ് ചെയ്യാറുണ്ട് ഡ്രോയിങ്ങിൻ്റെ. അപ്പോൾ ആ ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ വരച്ചിട്ടുള്ള ഡ്രോയിങ് എല്ലാം നമുക്ക് ലിമിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻറ്റിൽ വരും. ലാസ്റ്റത്തെയാണ് വിൻഡോ. വിൻഡോ ആകുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ വിൻഡോൻ്റെ ഏരിയ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു കീ വരും. അപ്പോൾ ആ ഒരു കീ വെച്ചിട്ട് നമുക്ക് ഡ്രോയിങ്ങിൽ പോയിട്ട് ഏത് ഏരിയ ആണോ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് അതൊരു വിൻഡോയിൽ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഏരിയ മാത്രം സ്പെസിഫൈ ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്താൽ മതിയെങ്കിൽ ആ ഏരിയ മാത്രം വിൻഡോ സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പ്ലോട്ട് ഏരിയ 4 ടൈപ്പിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഏരിയ എങ്ങനെയാണ് കൊടുക്കുന്നുള്ള ഈ 4 പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത വരുന്നതാണ് പ്ലോട്ട് ഓഫ്സെറ്റ്. അതായത് ഇതിലിപ്പോൾ നമ്മൾ സെൻറ്റർ ദി പ്ലോട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് കറക്റ്റ് സെൻറ്ററിലായിട്ടായിരിക്കും വരിക. അതല്ലെങ്കിൽ നമുക്ക് ഇത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിലും വൈയിലും നമുക്ക് എത്രയാണോ ആ ഒരു മാർജിൻ വേണ്ടത് ആ ഒരു ഓഫ്സെറ്റ് കൊടുക്കാൻ പറ്റും. അതായത് ലോവർ ലെഫ്റ്റ് എൻഡിൽ നിന്ന് കുറച്ച് മാറിയിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ എക്സിലും വൈയിലും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഓഫ്സെറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് പ്ലോട്ട് ഓഫ്സെറ്റ്. അടുത്ത് വരുന്നതാണ് പ്ലോട്ട് സ്കെയില്. ഇവിടെ നമ്മൾ ടിക്ക് ചെയ്തിട്ടുള്ളത് ഫിറ്റ് ടു പേപ്പറാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വരച്ചിട്ടുള്ള ഡ്രോയിങ് കറക്റ്റ് നമ്മൾ ഏത് പേപ്പറിലാണ് പ്രിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഫിറ്റ് ആവുന്ന രീതിയിൽ അതിനെ സൈസ് ചെയ്യും. അതല്ലെങ്കിൽ നമുക്കത് അൺടിക്ക് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ വരച്ച ഡ്രോയിങ് എത്രയിലേക്ക് വേണമെങ്കിലും നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. അത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അടുത്ത് വരുന്നതാണ് ഡ്രോയിങ് ഓറിയൻറ്റേഷൻ. നമ്മൾ ഡ്രോയിങ് ചെയ്തതിനെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ടൈപ്പ് 2 ടൈപ്പ് ഓറിയൻറ്റേഷനാണ് മെയിനായിട്ടുള്ളത്, പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. നമുക്കിതിൽ ഏത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഇത്രയാണ് മെയിനായിട്ട് ഈ ഒരു പേജ് സെറ്റപ്പിൽ വരുന്ന ഡയലോഗ് ബോക്സ്. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ നോക്കാൻ പറ്റും. അതിനുശേഷം ഓക്കെ കൊടുത്ത് പ്രിൻ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ പ്രിൻറ്റിങ് ഓർ പ്ലോട്ടിങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ വരുന്നത്. 3Dയുടെ കുറച്ച് കമാൻഡ്സും അതുപോലെ പ്രിൻറ്റിങ് ആൻഡ് പ്ലോട്ടിങ്. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ടത് 2Dയുടെ ഭാഗത്ത് നിന്ന് വരുന്ന കമാൻഡ്സ്, ഫങ്ഷണൽ കീസ്, പിന്നെ ഒരുപാട് റിപ്പീറ്റായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് ഓട്ടോകാഡിന് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം കൃത്യമായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.